ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ പാലും മുട്ടയും ചെമ്പരത്തി പൂവും കൊണ്ടുള്ള പുതിയ ഒരു സ്നാക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടമായാൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം. പാലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് 6-7 ചെമ്പരത്തി പൂവിൻ്റെ ഈ ഞെട്ടൊന്ന് നുള്ളിക്കളഞ്ഞിട്ട് നമുക്കിത് ആ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൂവ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ എറുമ്പുകളൊക്കെ ചിലപ്പോൾ കാണും, അതൊക്കെ മാറ്റി വേണം പാലിലേക്ക് ഇടാനുള്ളത്. പാല് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതളുകളെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് വേണമെങ്കിലും ഇടാം. എല്ലാ പൂവും അതിലേക്കിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്ക് ഇതൊരു അരിപ്പിലേക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ പാലിൻ്റെ കളറൊക്കെ നന്നായി മാറിക്കിട്ടി. തണുക്കാനായിട്ട് വെക്കാം. ഇനി ഒരു 3 മുട്ട പാല് കാച്ചിയ പാത്രത്തിലേക്ക് തന്നെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 3 മുട്ടയാണ് എടുത്തത്, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിയാണ്, പഞ്ചസാര പൊടിയാണ് ചേർക്കുന്നത്. ഞാനൊരു 3 സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ 3 സ്പൂൺ ചേർത്തു. ഒരു 2 സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കാം. പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പാല് മാത്രം മതിയാകും. ഞാൻ 2 സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്തു ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടിയും പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് തണുക്കാൻ വെച്ച പാല് കൂടി ചേർത്ത് കൊടുക്കാം. കട്ട കെട്ടാതെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നെയ്യ് തടവിയ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ തവി വീതം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. തണുക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അടുത്തതും ചുട്ടെടുത്തു. അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചെമ്പരത്തി പൂവൊക്കെ ചേർത്തത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഈ സ്നാക്സ്. ഇത് തയ്യാറാക്കിയാൽ അപ്പോൾ തന്നെ ഇത് തീരും, അത്രയ്ക്ക് നല്ലതാണിത്. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.